السلام عليكم ورحمة الله. بسم الله والحمد لله والصلاة والسلام على أشرف المرسلين وعلى آله وصحبه أجمعين أما بعد. الحمد لله വലിയൊരു സന്തോഷമുള്ള ഒരു കാര്യക്രമമായിട്ടിക്കറ്, വലിയൊരു ബറക്കത്തുള്ള ഒരു കാര്യക്രമമായിട്ടിക്കറ്. എതിരിൽ ആരുമില്ലെങ്കിലും ഞങ്ങളെ മുന്നുള്ള ഈ ക്യാമറ എന്നത് കൊണ്ട് എപ്പം ഞങ്ങൾ വെച്ചിട്ട് കേൾക്കുക അവിടെ എനിക്ക് ഒരു സൗകര്യമുള്ളത് കൊണ്ട് എത്രയും ചൊല്ല എപ്പം ചൊല്ല ആർക്കും ചൊല്ല. അല്ലാഹു സുബ്ഹാനഹു വ തആല സ്വീകരിക്കുമാറാകട്ടെ. ഏതായാലും ഈ കാര്യക്രമത്തിൽ പണ്ടത് ബാക്കി പ്രോഗ്രാമുകളെ പോലെ ആരും നിർബന്ധിച്ചിട്ട് ബർപ്പാട്ട അകത്തൊന്നുമില്ല. ചൊന്നെങ്കിൽ മനസ്സറിഞ്ഞിട്ട് ബണ്ടതായിട്ട് ഈ കാര്യക്രമത്തിൽ വന്ന ഓരോരുത്തരും മനസ്സറിഞ്ഞിട്ട് വന്നിട്ട് വയറുന്നൊറോടിയും മനസ്സുന്നൊറോടിയായിട്ട് മനസ്സും നിറച്ചിട്ട് പോയത് ആയിട്ട് ഓരോരുത്തരുടെ അനുഭവം. ഇപ്പോൾ വയർ മാത്രം നിറയാണ്ട് മനസ്സും ആത്മാവും റൂഹും എല്ലാം നിറച്ചിട്ട് അതൊക്കെ എല്ലാത്തും ഒരു ഫുഡും നിറച്ചിട്ട് വലിയൊരു ബറക്കത്തുള്ളൊരു മജ്ലിസായിട്ട് മാത്രമല്ല ഹയാത്തുള്ളവർക്കും മൂത്തായ പോയ ഞങ്ങളെ ഉപ്പാപ്പ ഉമ്മാമ അതുപോലെ ഞങ്ങൾ മരണപ്പെട്ടു പോയ എല്ലാവർക്കും സന്തോഷമാവുടെങ്കിൽ വലിയൊരു കാര്യക്രമമായിട്ട് ഈ ഒരു പ്രോഗ്രാം അല്ലാഹു സുബ്ഹാനഹു വ തആല സ്വീകരിക്കുമാറാകട്ടെ. ഞങ്ങൾ സോഷ്യൽ മീഡിയയിലൂടെ കണ്ടൊരു പലക്കെ ചിലപ്പോൾ കണ്ടിട്ടിക്കുവാറ് മക്കൾക്ക് സ്വത്താക്കാണ്ടി മക്കളെ സ്വത്താക്കാറുണ്ട്. ചില പ്രഭാഷണത്തിൽ ഞങ്ങൾ കേട്ട ಮಕ್ಕಳಿಗೆ ಸೊತ್ತು ಮಾಡುವುದಕ್ಕಿಂತ ಮಕ್ಕಳನ್ನೇ ಸೊತ್ತು ಮಾಡಿಡು. ಅದಕ್ಕೆ വലിയൊരു കാട്ടുകൊല്ലൊരു വലിയൊരു മാതൃയോഗ്യമായ ഒരു കുടുംബമായിട്ട് ഞങ്ങളെ ഉപ്പാപ്പ ഉമ്മാമ്മമാർ ഞങ്ങൾക്ക് കാട്ടി തന്നെ ഈ മക്ക. ഞങ്ങളെ ഉമ്മ അടക്ക 10 മക്കളെ ആ മക്കളെ നോക്കിയാവുള്ളൂ. മക്കൾക്ക് സ്വത്താക്കരേക്കാളും ആ മക്കളെ സ്വത്താക്കി വെച്ചത് വലിയൊരു തെളിവായിട്ട് ഈ ഒരു കാര്യക്രമ ചൊല്ലത്. അല്ലാഹു സുബ്ഹാനഹു വ തആല ഖിയാമത്ത് നാളത്തോളം ഈ നിലക്ക് ചന്തത്തിലും മുന്നോട്ട് പോകണം. അല്ലാഹു തൗഫീഖ് നൽകുമാറാകട്ടെ. നിപ്പാട്ടൊക്കെയായിട്ടില്ല ಮುಂದುವರಿ ഇനി ഞങ്ങളെ ചെറാക്കവും അതേപോലെ ഊട്ടെ മർമോണും മൊയിനം ചെയ്ത് ഇങ്ങനെ ജണ്ടാളിതിരെ സമ്മോറോ പാക്കിടാറ് ഞങ്ങൾക്ക് ഇത് വേദിക്കരെ മുട്ട് കൊടുത്തോണ്ടുള്ള ഞങ്ങളെ ഹാഫിദ് സിറാജിരെ ಮುಂದುവരിട്. മാഷാ അല്ലാഹ് ഞങ്ങളെ പ്രോഗ്രാമിന്റെ എല്ലാ സെറ്റപ്പും നിയന്ത്രണവും നിയന്ത്രിച്ച് ബഹുമാനപ്പെട്ട സുലൈമാക്ക ഹാഫിൽ സുലൈമാൻ ഹനീഫി ഓരോരോ കാക്കര വിഷയം നോക്കിയെങ്കിലും വലിയൊരു മാതൃയോഗ്യമായ ആ ഞാൻ ചൊന്നെങ്കിൽ പോലെ മക്കളെ സ്വത്താക്കിയ ആ അബ്ബമ്മ വലിയൊരു ഭാഗ്യവന്തരായിട്ടിക്കറ്. ഓരോരോ ഞങ്ങൾ സ്പീച്ച് ആക്കുക വലിയ മാറ്റർ എന്തും നോക്കേണ്ട ആവശ്യമില്ല. ഓരോരോ കാക്കന്മാരെടുത്ത് നോക്കിയെങ്കിലും ഓരോ കുഞ്ഞുമ്മ മൂത്തമ്മമാരെടുത്ത് നോക്കിയെങ്കിലും അതേ ഒരു വലിയൊരു പാട്ടായിട്ടിക്കറ്, വലിയ മാറ്ററായിട്ടിക്കറ് ഞങ്ങളുടെ ജീവിതത്തിൽ. ഞങ്ങളെ ബലാക്ക വലിയ കാക്ക ഞങ്ങൾ എവിടെ നോക്കിയെങ്കിലും ഞങ്ങളുടെ കുടുംബത്തിൽ ഏതൊരു കാര്യക്രമത്തായെങ്കിലും ഏതൊരു വിഷയത്തിലും പരോപകാരിട്ടുള്ളതൊക്കെ വലിയൊരു പരോപകാരിട്ടുള്ള ലഫ്ലുകൾ ആ അർത്ഥമേ ബലാക്കാണ് ചൊല്ല. അത്രയും ഒരു പരോപകാരത്തുക്ക് എപ്പോഴും എവിടെയും ആരെയും ഒരു പ്രതിഫലം ആഗ്രഹിക്കാണ്ട് എല്ലാത്തുക്കും ഉപകാരത്തുക്ക് വേണ്ടെങ്കിലത്തെ വലിയൊരു ആ ഒരു വലിയ ആ പേര് പോലെമേ ബലാക്കായിട്ടിക്കറ്. അല്ലാഹു സുബ്ഹാനഹു വ തആല ആഫിയത്തും ആരോഗ്യം നൽകുമാറാകട്ടെ. അതേപോലെ ചെറാക്കരെ പരിചയപ്പെടുത്തേണ്ട ആവശ്യമില്ല. ജി മുസ്താദ് ചെന്നെങ്കിൽ കർണാടകത്തും കേരളത്തും എല്ലാ ചുറ്റുമൊത്തും പരിചയമുള്ള ഒരു വ്യക്തിത്വമായിട്ടിക്കറ്. അതേപോലെ ആ ഒരു സംഘടനാപരമായിട്ട് ഏതൊരു മുക്കുമൂലയിലുള്ള സംഘടനാ കാര്യകർത്തരെയും ഇണ്ട് വളർന്നിട്ടുള്ള ഓരോരോ സംഘടനാ കാര്യകർത്തന്മാരെ എടുത്ത് നോക്കിയെങ്കിൽ അങ്ങ് ഏതെങ്കിലും ഒരു നിലക്ക് ജി മുസ്താദിന് ഒരു പ്രേരണ ലഭിച്ചിട്ടുണ്ട്. ഞങ്ങളെ ഉസ്താദ് ഞങ്ങൾ ഹിഫ്ള് പഠിക്കുമ്പോൾ മുഹിമ്മാത്തുൽ ഹിഫ്ള് പഠിക്കുമ്പോൾ ബഹുമാനപ്പെട്ട ഹാഫിൽ ഉസ്താദ് ചെന്നാർ ഹാഫിൽ ഉസ്താദ് ലെറ്റർ ಮೂಲಕ ಸಂಘಟನೆ ಓರೋರು ವಿಷಯ ಎತ್ತುಪಾಟಿ ಉಂಟು ನಾವು കിട്ടിയ ആ ഒരു നെനപ്പു അത് ആ രൂപത്തിൽ ഓരോരുത്തർക്കും ആർക്കും ഒന്നില്ല. അതൊരു പ്രചാരന്തും ആർക്കും ചൊല്ലുക അകത്തില്ല. കാരണം ആർക്കും ചിലപ്പോൾ കൊന്തിക്കല ആ ഒരു വിഷയം നടന്നത്. അത് കൊന്തുള്ള ചെറാക്കും ആ ഉസ്താദും മാത്രമായിട്ടേക്കും. അങ്ങനത്തെ എത്രമാ ആയിരക്കണക്കിൽ കാര്യകർത്തന്മാരെ ഈ സമൂഹത്തുക അർപ്പണാക്കിങ്കത്തെ ചെറാക്ക സംഘടനയിൽ മാത്രമല്ല ഞങ്ങളെ കുടുംബത്തിലും ഏതൊരു വിഷയത്തും എത്ര ബിസി ഇന്ന ടൈമിലും കുടുംബത്തെ ഗ്രൂപ്പിൽ ഞങ്ങൾ നോക്കി കൊണ്ടാവും ഓരോരോ കാക്കന്മാരെ ഇടപെട്ട് ആ ഒരു ഇടപെടൽ വേറെന്തും സറയില്ലാണ്ട് ബാരിക്കും. അത് ആ മെസ്സേജ് കാണുമ്പോൾ ചിലപ്പോൾ ബാരിക്കുവാറ് അങ്ങനത്തും സറത്തില്ല ഫ്രീയിൽ വെച്ചിട്ടുള്ളേണ്ട്. ആ രൂപത്തിൽ കുടുംബത്തെ ഓരോ വിഷയത്തിലും ഇടപെട്ടത് അതൊരു വലിയൊരു തൗഫീഖായിട്ട് അല്ലാഹു സുബ്ഹാനഹു
സുബ്ഹാനഹു വ തആല നിലനിർത്തുമാറാകട്ടെ, ആഫിയത്തും ആരോഗ്യം നൽകുമാറാകട്ടെ. അതേപോലെ ഇബ്യാക്ക ചൊന്നെങ്കിൽ ഇൽമുമായിട്ടും ചെറിയൽ പിന്നെ ഇബാദത്തും ഇൽമുമായിട്ട് വലിയ താല്പര്യമുള്ള ഇങ്ങത്തെ ഇബ്യാക്കയുടെ ജീവന ഉമ്മമാർ വഴിപാടി തന്നാറ്. ആ ഇബ്യാക്കയുടെ ജീവനത്തിൽ കുടുംബത്തൊട്ടിಗೆ ಯಾರ ಟೈಮು ಸ್ಪೆಂಡ್ ആക്കിയിട്ടില്ലെങ്കിലും കുടുംബത്തെ ഓരോരോ പേരും ഓരോരോ ഗെല്ലും എവിടെയെല്ലാം എത്തിയത് ഓരോരോ പേര് എത്ര ആഴത്തിലുണ്ട് എവിടെയെല്ലാം പോയിട്ടുള്ളത് ഓരോരുത്തരെ അനുഭവം ഓരോരുത്തരെ പേരടക്കം ആ കുടുംബം എവിടെയെല്ലാം ഉണ്ടോ എങ്ങനെയെല്ലാം ഉള്ളാറുണ്ട് കേട്ടെങ്കിൽ ഞങ്ങൾ ചിലപ്പോൾ ഞങ്ങളെ അപ്പുറത്തവുത്തായെങ്കിലും അത് ചിലപ്പോൾ ഇബ്യാക്ക കൊന്തിക്കും ഞങ്ങൾ കൊന്തില്ലെങ്കിലും ആ രൂപത്തിൽ കുടുംബബന്ധ ചൊല്ലത് കുടുംബബന്ധത്തെ അത്രയും ആഴത്തിൽ നെനപ്പ് വെച്ചോണ്ടു അങ്ങനെ മുട്ടാക്കിയോണ്ട് അങ്ങനെ കഷ്ടസുഖങ്ങളാണ് അറിഞ്ഞോണ്ടു എപ്പോഴും വിദേശത്തിലുണ്ടെങ്കിലും ആ ഒരു മനസ്സ് എപ്പോഴും ഞങ്ങളെ കുടുംബത്തൊട്ടികമേ എല്ലാ ഓരോരോ മുക്കുമൂലയിലുള്ള എത്ര ദൂരത്തുള്ള കുടുംബമായെങ്കിലും അങ്ങനെ മുട്ടാക്കുന്ന ഒരു സ്വഭാവം ആ നിലക്ക് വലിയൊരു മാതിരിയേറ്റിക്കറ്. ഇങ്ങനെ ഓരോരോ കാക്കന്മാരെടുത്ത് നോക്കിയെങ്കിൽ ഞങ്ങളെ ഇസ്മാലിയാക്ക ഇപ്പൊ മുമ്പടെ ചെന്നതുപോലെ ഒരു പാവത്തങ്ങളെ ആപത് ബാന്ധവ ചെന്നതുപോലെ മുഅല്ലിമീങ്ങളുടെ വലിയൊരു പിരിസപ്പാടുള്ള ഇങ്ങത്തെ കാക്ക. അതായത് മുഅല്ലിമീങ്ങൾ ഏതൊരു മുഅല്ലിം വിളിച്ച് കേട്ടെങ്കിലും ഇസ്മാലിയാക്കർ വിഷയം കേൾക്കുമ്പോൾ അങ്ങ് വലിയ പിരിസ. കാരണം ഡ്യൂട്ടി ഇല്ലാത്ത ഉസ്താദ്മാർക്ക് മെയിനായിട്ട് ഗ്രൂപ്പ് ഉണ്ടാക്കലും അങ്ങ് എന്തെങ്കിലും ഡ്യൂട്ടി ഇല്ലാത്ത അങ്ങനെ ബാക്കിയായ ഉസ്താദ്മാർക്ക് ഫുഡ് എത്ത് പാട്ടി കൊടുക്കലും ഇവിടെ ഞങ്ങളെ മുന്നോട്ട് പളക്ക പറഞ്ഞ് ജലാൽ മദനി ഉസ്താദ് അങ്ങനെല്ലാം ഒരുമിച്ച് കൂടിയിട്ട് മദനി വിങ് അതുപോലെ വേറെയും രൂപത്തിൽ ഉസ്താദ്മാർ പാവപ്പെട്ട ഉസ്താദ്മാർക്ക് റിലീഫ് എത്തുപാട്ട്. അതായത് അങ്ങ് കണ്ടെത്തിയിട്ട് ആർക്കും ഒരു പ്രചാരത്തിന് ആഗ്രഹിച്ചിട്ടല്ല, അത് ആർക്കും ഒന്നുമില്ല. ചിലപ്പോൾ ആ ഉസ്താദ്മാർക്ക് കഷ്ടമുള്ളെങ്കിൽ ഉസ്താദ്മാരെ കണ്ടെത്തിയിട്ട് അങ്ങ് ഹെൽപ്പ് എത്തുപാട്ടത് വലിയൊരു കൂലിയുള്ള വിഷയമായിട്ട്. കാരണം ആ ഉസ്താദ് ഡ്യൂട്ടി ഇല്ലാണ്ട് ആർക്കും ചൊല്ലുക സാധ്യമില്ലാത്ത രൂപത്തിൽ പോലും നിൽക്കുമ്പോൾ ഈ ഉസ്താദ്മാർ ഇസ്മാലിയാക്കറെ പോലത്തെ കൂട്ടുകാർ അങ്ങനായിട്ട് ഹെൽപ്പ് എത്തുപാട്ടിയത് വലിയൊരു സന്തോഷമുള്ള വിഷയമായിട്ട്. അത് മാത്രം ഇണ്ടും ഡ്യൂട്ടി ഇല്ലാത്ത ഉസ്താദ്മാർക്ക് വേണ്ടിയിട്ട് വാട്സപ്പ് ഗ്രൂപ്പ് ആക്കിയിട്ട് അങ്ങ് ഡ്യൂട്ടി എത്തുപാട്ടിങ്കത്തെ വ്യവസ്ഥ ഇസ്മാലിയാക്കറെ നേതൃത്വത്തിൽ നടന്നുകൊണ്ടുണ്ട്. അല്ലാഹു സുബ്ഹാനഹു വ തആല ബറക്കത്ത് നൽകുമാറാകട്ടെ. അതുപോലെ ബഷറാക്കറെ ജീവനെടുത്ത് നോക്കിയെങ്കിലും ഇങ്ങനെ ഓരോരോ കാക്കന്മാരെടുത്ത് നോക്കിയെങ്കിലും ഞങ്ങൾ ജീവനത്തിൽ വലിയൊരു പാടായിട്ടേക്കരും. ബഷറാക്കറെ ആ ലൈവറിടയിലും ആ ഔത്തു പോയെങ്കിൽ ആ അതിഥി സൽക്കാര ചൊല്ലത് വലിയൊരു സ്വഭാവമായിട്ടിരിക്കും ബഷറാക്കർ. ആ ഉൾഗത്തെ റായത്തിൽ ആ മോന്തിമാരുടെ ഉൾഗത്തെ ഒരു റായത്തിൽ ജാഗ എടുത്തിട്ടാകുമ്പോൾ ചില ആൾമാർ ചൊന്നാറ് ഇന്ന് ഊടാറും പറവിക്കലാണ്ട്. പിന്നെ നോക്കുമ്പോൾ എല്ലാവരും ആരെ ചിലപ്പോൾ ആ ബഷറാക്കർ ഔത്ത് കയറ്റിക്കറു ഞങ്ങൾ എല്ലാവരും പോയിട്ടുള്ളത്. അപ്പോൾ എത്ര ആൾ ബന്ധെങ്കിലും എപ്പോൾ ബന്ധെങ്കിലും അങ്ങനെ നല്ല രൂപത്തിൽ മനസ്സ് നിറച്ചിട്ട് സ്വീകരിക്കത്തരു ആ ഒരു അതിഥി സൽക്കാര സ്വഭാവം ചൊല്ലത്. അതേപോലെ പിന്നൊരു ചൊല്ലനായ ഒരു വിഷയ ഈ അടുത്ത് നടന്നതായ ബഹുമാനപ്പെട്ട ബഷീർ മദനി ഉസ്താദ് കാക്ക ആ പുതിയ കാർ എടുത്ത ടൈമുള്ളൂ പല കാർ ഗിഫ്റ്റ് കൊടുക്കറെങ്കത്തൊരു സ്വഭാവം അത് ഞങ്ങൾ എവിടും കാണുക സാധ്യമല്ല. കാരണം സാമ്പത്തികമായിട്ട് വലിയ ഉയരണത്തിലുള്ള ആളെന്തുമല്ല. ആയെങ്കിലും തൻ്റെ പുതിയൊരു കാർ എടുക്കുമ്പോൾ ആ പല കാറ് ചെറിയ വിലകം കൊടുത്തെങ്കിൽ അത് ചെറിയ ഉപകാരത്തിൽ വരാത്ത അതൊന്നും നോക്കാണ്ട് അതൊരു ഗിഫ്റ്റ് കൊടുക്കറേ ചെന്നെങ്കിൽ അത് ചെറിയ മനസ്സുകൊണ്ട് സാധ്യമില്ല. അത് വിശാലമായ മനസ്സുക്ക് വലിയൊരു വിശാല മനസ്സ് നിങ്ങൾ എത്ര വിശാല ചൊന്നിട്ട് അർത്ഥാക്കുക സാധ്യമില്ലാത്ത ആ ഒരു സ്വഭാവം അല്ലാഹു സുബ്ഹാനഹു വ തആല അതിന്റെ ബറക്കത്ത് കൊണ്ട് അല്ലാഹു ധാരാളം ഖൈറും ബറക്കത്തും ഏറ്റുകൊടുക്കുമാറാകട്ടെ. ആ പുതിയ കാലെടുത്തത് ചില കടെടുത്തിട്ടുണ്ട് നിങ്ങൾ ബലാക്ക ചൊന്നു. അപ്പൊ അത്രയും കഷ്ടത്തിലുള്ള ടൈമുകളും ഇങ്ങനത്തെ ഒരു സ്വതക്ക കൊടുക്കുന്നുണ്ടായെങ്കിൽ അതൊരു പ്രചാരത്തികമൊന്നുമല്ല. ഇത് ഞങ്ങൾ ചൊന്നിട്ട് പ്രചാരാക്കിയല്ലാണ്ട് ഇതൊരു പ്രചാരാക്കിയിട്ട് നടത്തിയതൊന്നുമല്ല. അപ്പൊ ഇങ്ങനത്തെ ഒരു സ്വഭാവം ചൊല്ലത് ഇതെല്ലാം ഞങ്ങൾ വേറെ പക്കത്ത് നോക്കുക കാണുക സാധ്യമില്ലാത്തൊരു ഓരോരോ അനുഭവമായിട്ട്. അതേപോലെ ഞങ്ങളെ കാര്യക്രമങ്ങളെ നിയന്ത്രിച്ചതായ സുലൈമാക്ക ഹാഫിൽ സുലൈമാൻ ഹനീഫി ആ സുലൈമാക്കറെ സെറ്റപ്പ് അതായത് ഓരോ പ്രോഗ്രാമുകൾ ഒരു സെറ്റപ്പ് അതായത് മൗലിദ് കാര്യക്രമം പിന്നെ ഖത്മുൽ ഖുർആനും അതൊരു ഓരോരോ കാര്യത്തും ഇപ്പം ഞങ്ങൾ ഓരോരുത്തരെ പേര് വിളിച്ചിട്ട് ആ ടൈമിൽ ഞങ്ങൾ ചിലപ്പോൾ ശ്രദ്ധിച്ചെങ്കൊണ്ടാവും ഓരോരുത്തരെ പേര് വിളിക്കുമ്പം ഞങ്ങളെ അബ്ബ ഉമ്മ അതേപോലെ അജ്ജ എല്ലാവരും ചൊന്നിട്ടു ഒർക്കലെ ചൊന്നിട്ട് ചിലപ്പോൾ പേര് വിളിച്ച് വിടാൻ തായെങ്കിലും
ഓരോരുത്തരെ പരിചയപ്പെടുത്തിയിട്ട് അതിൽ മരണപ്പെട്ടങ്ങളെ പേര് ചൊല്ലുമ്പോൾ ഓരോരുത്തർക്കും ദുആ. ഇങ്ങനെ ഓരോരോ രൂപത്തിൽ ആ ഒരു സെറ്റപ്പ് വലിയൊരു തൗഫീഖായിട്ടിക്കറ് അല്ലാഹു സുബ്ഹാനഹു വ തആല ഖൈറും ബറക്കത്തും നൽകുമാറാകട്ടെ. ഇങ്ങനെ നോക്കിയെങ്കിൽ ആ ഉപ്പാപ്പ ഉമ്മമാർ മക്കളെ സ്വത്താക്കിയിട്ട് സമൂഹത്തിന് അർപ്പണാക്കിറാർ. അല്ലാഹു സുബ്ഹാനഹു വ തആല ആ കുടുംബത്തിന് അല്ലാഹു അയലങ്ങ മൂത്തങ്ങൾ അല്ലാഹു ഖൈറും ബറക്കത്തും നൽകുമാറാകട്ടെ. ആ കുടുംബത്തിലൊരു ഭാഗമാവുന്ന ഭാഗ്യം കിട്ടിയത് വലിയൊരു തൗഫീഖായിട്ടിക്കറ്. അതൊക്കെ എത്ര സ്തുതിച്ചെങ്കിലും മയ്യാവൂല. അൽഹംദുലില്ലാഹി അൽഫമറ. അല്ലാഹു സുബ്ഹാനഹു വ തആല ഈ കുടുംബത്തൊട്ടിಗೆ കൂടെ ഒരുമിച്ചത് കൂടിയ പോലെ ഇതൊക്കെ സാധ്യമില്ലാത്ത എല്ലാവരും മനസ്സുകൊണ്ടുകൂടെ എത്തുന്നുണ്ട് ആഗ്രഹിച്ചങ്ങായിട്ടിക്കറാറ്. അതല്ല ഒരു ആശ മനസ്സുകൊണ്ടെങ്കിലും എത്താത്ത ഒരാളും ഈ ഒരു കാര്യക്രമത്തില്ല. അതുകൊണ്ട് മനസ്സുകൊണ്ടും തടികൊണ്ടും കൂടെ ഒരുമിച്ചത് കൂടിയ പോലെ സ്വർഗ്ഗത്തിൽ അല്ലാഹു ഞങ്ങളെല്ലാവരും അല്ലാഹു ഒരുമിച്ച് കൂട്ടി അനുഗ്രഹിക്കുമാറാകട്ടെ. അല്ലാഹു സുബ്ഹാനഹു വ തആല സ്വീകരിക്കരെ വലിയൊരു കബൂലിയത്തുള്ള പ്രോഗ്രാമായിട്ട് അല്ലാഹു സുബ്ഹാനഹു വ തആല സ്വീകരിക്കുമാറാകട്ടെ. അല്ലാഹു സുബ്ഹാനഹു വ തആല ഞങ്ങളെ ദുആ സ്വീകരിക്കണമെങ്കിൽ നമ്മുടെ ബാപ്പ ചൊന്നതുപോലെ ഹലാലായ സമ്പത്തായിട്ടിരിക്കുന്നു. അതേപോലെ മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ പരിപാടിയതായിട്ടിക്കറ് ഒരു സദസ്സിൽ കുടുംബബന്ധം മുറിച്ചവണെന്നെങ്കിൽ ആ സദസ്സിനെ ദുആ സ്വീകരിക്കില്ലാണ്ടായിരിക്കറ്. അപ്പോൾ അത്രയും വലിയ ഗൗരവമുള്ള വിഷയമായിട്ട് കുടുംബബന്ധം മുറിക്കൽ ചൊല്ലത്. അപ്പോൾ അങ്ങനത്തെ ഒന്നും ഇല്ലാണ്ട് നല്ല രൂപത്തിൽ കുടുംബ ബന്ധം മുട്ടാക്കിയോണ്ട് എവിടെങ്കിലും ബെറുക്ക് കണ്ടെങ്കിൽ അതിരെ മുട്ടാക്കിയിട്ട് അതിരെ വത്തുപാട്ടിനെങ്കിൽ ഒരു സന്ദർഭ ഒരു സന്നിവേശ ഞങ്ങളുടെ ഭാഗത്തിൽ ഉണ്ടാവണോ. അല്ലാഹു സുബ്ഹാനഹു വ തആല തൗഫീഖ് നൽകുമാറാകട്ടെ. അതോടൊപ്പം ഞങ്ങളെ ഏത് കാര്യവും സ്വീകരിക്കണുണ്ടായെങ്കിൽ ആദ്യമായിട്ട് നിങ്ങൾ ബേനായത് വിശ്വാസമായിട്ടിക്കറ്, ഈമാനായിട്ടിക്കറ്. ആ ഈമാന് ഒരു നിലക്കും തപ്പാണ്ട് അതിലൊരു ചഞ്ചലവും വരാണ്ട് ഒരു ഡൗട്ടും വരാണ്ട് നല്ല രൂപത്തിൽ നല്ല ഭദ്രമായ രൂപത്തിൽ അടിയുറച്ച വിശ്വാസത്തോടു കൂടി അഹ്ലുസുന്നത്ത് വൽ ജമാഅത്തിലായിട്ട് അടിയുറച്ച് വിശ്വസിച്ചിട്ട് ആ ഒരു ഈമാനോടുകൂടെ ജീവിച്ചിട്ട് ഈമാനോടുകൂടെ മരിക്കും. അല്ലാഹു നിങ്ങൾ എല്ലാവരും തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. ഞാനിത് ചൊന്നത് എന്തെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇന്നത്തെ കാലത്തിൽ ഭൗതികമായ ഇൽമുടെ അതായത് ഭൗതിക സ്കൂളിന്റെ പഠനത്തെ മാത്രം ടാർഗറ്റ് ആക്കിയിട്ട് അത് എവിടെ പോയെങ്കിലും തൊന്തരയില്ല ഒരു മനോഭാവമായിട്ട് ഇന്നത്തെ സമൂഹത്തിലുള്ള അത് വിദ്യാർത്ഥി സ്കൂളായെങ്കിലും തൊന്തരയില്ല, അത് വേറെ ഏതായെങ്കിലും തൊന്തരയില്ല. ഈമാന്റെ വിഷയ അതുകൊണ്ട് ഈമാൻ ബാക്കിയാവിടാണ്ടുള്ള ഒരു വിഷയ നോക്കാത്ത ഒരു സന്നിവേശം നടന്നുകൊണ്ടുണ്ട്. അതുകൊണ്ട് ഞങ്ങളുടെ കുടുംബത്തിൽ അങ്ങനത്തെ ഒരു സന്നിവേശം ബറഹു തീറ ഞങ്ങളുടെ കുടുംബത്തിലെ മക്ക ഒരു നിലക്കും വിദ്യാർത്ഥിരെ ആ ഒരു ഗന്ധകാലി ആ ഒരു കാത്തുപോലും ഞങ്ങളുടെ കുടുംബത്തിൽ ബറഹു തീറ അത് ഭാര്യ ജാഗ്രത ആക്കുന്ന വിഷയമായിട്ട്. കാരണം അതിൽ പിന്നെ അത് കഴിഞ്ഞിട്ട് ബന്നെങ്കിൽ ബിദ്അത്തിലെ ഒരു അംശം വന്നു പോയെങ്കിൽ ബിദ്അത്തുകാരനായെങ്കിൽ അവന് പിന്നെ എത്ര ഖുർആൻ ഓതിയിട്ടും എത്ര നിസ്കരിച്ചിട്ടും എത്ര ഇബാദത്ത് എടുത്തിട്ടും കാര്യമില്ല. ഇത് ഞാൻ ചൊന്ന പലക്കല്ല, മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ചൊന്നതായിട്ട്. അതുകൊണ്ട് ലാ യഖ്ബലുല്ലാഹു യൗമൽ അതായത് അങ്ങനെ ഒരു ഇബാദത്തും സർഫൻ വല അദ്ല അങ്ങനെ ഓരോ ഇബാദത്തും ഓരോ ഇടപാടുകളും ഓരോ അതിലും ഒരു ന്യായപരമായിട്ട് നടന്നെങ്കിൽ പോലും അങ്ങനെ ഒന്നും അത് അല്ലാഹു സുബ്ഹാനഹു വ തആല ഖിയാമത്ത് നാളിൽ സ്വീകരിക്കില്ലാണ്ട് ചൊന്നിട്ടുണ്ടെങ്കിൽ അപ്പോൾ ബിദ്അത്തിൽ പെട്ടുപോയെങ്കിൽ അത് ഒരു നിലക്കും ആലെ പിന്നെയുള്ള ഒരു ഇബാദത്തും സ്വീകരിക്കില്ലെങ്കിൽ അത്ര വലിയ അനാഹുതായിട്ടിക്കറ്. അത് മാത്രമല്ല പിന്നൊരു വലിയൊരു ഡേഞ്ചറായ വിഷയ ഞങ്ങൾ നടന്നുകൊണ്ടുള്ള ഈ കാര്യക്രമം അത് ഞങ്ങളെ അഹ്ലുസുന്നത്ത് വൽ ജമാഅത്ത് അനുസരിച്ചിട്ട് അടിയുറച്ച് വിശ്വാസം ഇന്നതുകൊണ്ട് ആ മക്ക കാട്ടി തന്നത് ആ അബ്ബവും ഖബറിൽ അനുഭവിച്ചുകൊണ്ടുള്ള കൊശി ആ ഒരു സന്തോഷ ആ ഒരു സ്വത്ത് എത്രമാത്രം വിശാലമായിട്ടിക്കറ് അങ്ങ് എത്ര കൊശിയായിട്ടിക്കൂ ആ കൊശി ഞങ്ങൾ അനുഭവപ്പെടുണ്ടായെങ്കിൽ ഞങ്ങളെ മക്കൾക്ക് ആ ബിദ്അത്തിനെ കാത്ത് ബറഹു തീറ. ബിദ്അത്തിനെ കാത്ത് ബന്നെങ്കിൽ ഫാത്തിഹ അങ്ങ് ഓതര് മാത്രമല്ല അങ്ങ് ഓതല്ലാണ്ട് മാത്രമല്ല ബാക്കി ഞങ്ങൾ ഓതവും വിടില്ല. അപ്പൊ അത്രയും വലിയ അനാഹുത്തായിട്ടിക്കറ് ഞങ്ങളെ മറിച്ചൽ പിന്നെയും ഞങ്ങൾക്ക് കിട്ടിയ വലിയൊരു അനാഹുത്ത അല്ലാഹു സുബ്ഹാനഹു വ തആല കാത്ത് സലാമത്താക്കുമാറാകട്ടെ. ഞങ്ങളുടെ കുടുംബത്തെ അല്ലാഹു സുബ്ഹാനഹു വ തആല ഈമാൻ കൊണ്ട് അല്ലാഹു അലങ്കരിക്കുമാറാകട്ടെ. അടിയുറച്ച വിശ്വാസത്തോടു കൂടി ജീവിച്ചിട്ട് ഈമാനോടുകൂടി മരിക്കറിങ്കത്തെ നല്ല മുഅ്മിനീങ്ങളുടെ കൂട്ടത്തിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല ഞങ്ങളെ ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാകട്ടെ. മാത്രം ചൊന്നുകൊണ്ടു ഈ ഒരു അവകാശം ദുആ വസിയത്തുക്ക് വേനായിട്ട് ഉപയോഗപ്പെടുത്തുക വേനായിട്ട് ഞാൻ ഉദ്ദേശിച്ചിട്ട് തുടങ്ങിയതായിട്ട് അല്ലാഹു സുബ്ഹാനഹു വ തആല നിങ്ങളെല്ലാവരും ദുആത്തിൽ ഞങ്ങളെയും ഉൾപ്പെടുത്തുക. അല്ലാഹു തൗഫീഖ് നൽകുമാറാകട്ടെ. എല്ലാവരും നെനപ്പ് വെച്ചിട്ട് ഞങ്ങളെയും ദുആത്തിൽ ഉൾപ്പെടുത്തണം. അല്ലാഹു സുബ്ഹാനഹു വ തആല ഞങ്ങളെ ദുനിയാവും ആഖിറവും അല്ലാഹു രക്ഷപ്പെടുത്തുമാറാകട്ടെ. ഇസ്സത്തിലോടെ കൂടി ജീവിച്ചിട്ട് ആഖിറത്തും ഇസ്സത്തോടു കൂടെ സ്വർഗ്ഗത്തിൽ ഇതേപോലെ ഒരുമിച്ച് കൂടെ അല്ലാഹു തൗഫീഖ് നൽകണം അനുഗ്രഹിക്കുമാറാകട്ടെ എന്ന് മാത്രം ദ്വാർന്നിട്ട് വആഖിറു ദഅവാന അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ സുബ്ഹാനക അല്ലാഹുമ്മ ബിഹംദിക അഷ്ഹദു അൻ ലാ ഇലാഹ ഇല്ല അൻത അസ്തഗ്ഫിറുക. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി.